ദോശയ്ക്ക് പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വെറും തക്കാളിയും ഉള്ളിയും മാത്രം കഷ്ണങ്ങളായി ചേർത്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു നല്ല സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. 5 തക്കാളിയാണ് ഞാൻ കഴുകി ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി തോല് കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെയാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഫുൾ ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിവിടെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും ഈസ്റ്റേണിൻ്റെ നല്ല സാമ്പാർ പൊടി. അത് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു കഷ്ണം വലിയ കഷ്ണം കായവുമാണ് എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണം എന്ന് പറയുമ്പോൾ ഈ ഒരു അളവിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനോടൊപ്പം നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്. കായ ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയാണ്. നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഈ കായ ഒന്ന് നീട്ടിയിട്ട് കൊടുക്കാം. കായത്തിനെ പിടിച്ചൊന്ന് വലിച്ചാൽ ഇത് നീണ്ടു വന്നോളൂ ഇങ്ങനെ. അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് മുരിഞ്ഞ് വേഗം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മുരിച്ചെടുക്കാം. കരിയാൻ പാടില്ല, കരിയാതെ വറുത്തെടുക്കണം. നല്ല പോലെ മുരിച്ചെടുക്കണം. എന്നാലാണ് സാമ്പാറിന് നല്ല മണം ഉണ്ടാവുക. ഈ ബാക്കിയുള്ള എണ്ണ കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള നാളികേരം വറുത്തിടുകയും ചെയ്യാം. ഇപ്പം കായം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഷേപ്പിൽ വേണം ഇത് മുരിച്ചെടുക്കാൻ. കൂടെ തന്നെ ചെറിയുള്ളി 4 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ കറിവേപ്പില ഒരു 4-5 എണ്ണം, കുറച്ച് മതിയാകും. അതും കൂടെ ഒന്ന് മൊരിച്ച് കോരിയെടുക്കാം. ഇതൊക്കെ സാമ്പാറിന് മണം കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ വറക്കണം. ഇനി താത്തി കൊടുക്കാം. കറിവേപ്പില കൂടി കോരിയെടുക്കാം. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാം. ഒരു അരമുറി. ഉള്ളി വറുത്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിലാണ് ഞാൻ നാളികേരം വറുത്തെടുക്കുന്നത്. അരമുറി നാളികേരമാണ് വറുത്തെടുക്കുന്നത്. പാനിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നാളികേരം ഒരുപോലെ നല്ല ടേസ്റ്റിൽ മൊരിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. തക്കാളിയൊന്നും കുട്ടികൾ കൂട്ടാറില്ല. തക്കാളിയിൽ നല്ല പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ടേസ്റ്റോടുകൂടി അത് കഴിക്കുകയും ചെയ്യും. തക്കാളിയുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ സാമ്പാർ പൊടി എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ല പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പൊടി കരിയും. ഒരുപാട് തീയിൽ ഇത് ചെയ്യരുത്. കുറച്ച് തീ താത്തി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ കായം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം. മൊരിച്ചെടുത്ത കായം. കാരണം ഇത് വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഈ ഉള്ളിയും ഈ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നാളികേരവും ചേർത്ത് കൊടുക്കാം. ഈ ഒരു നാളികേര കൂട്ടിലേക്ക് അരപ്പിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു മണത്തിനും കൊഴുപ്പിനും കൂടി വേണ്ടിയിട്ടാണ്. വറക്കാതെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു
കൊഴുപ്പ് കിട്ടും സാമ്പാറിലേക്ക്. ഇപ്പം നമ്മുടെ സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിരിക്കുകയാണ്. തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വേവിക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഈ സാമ്പാറിനൊരു സ്വാദും ഉണ്ടാവുകയില്ല. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പോലെ അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ പരിപ്പാണ്. ഇതൊരു 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ വെള്ളത്തോടു കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 4 വിസിൽ അടിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കുക്കറിൽ നിന്ന് അത് പൊന്തിച്ചാടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നിൽക്കണം. കുക്കറിൻ്റെ വിസിലൊന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. എന്തെങ്കിലും ഒരു മരത്തിൻ്റെ തവി കൊണ്ട് ദൂരെ നിന്നൊന്ന് അമർത്തി കൊടുത്താൽ പൊങ്ങിച്ചാടി പോലെ നിൽക്കും. 4 വിസിലടിക്കുമ്പം ഈ പരിപ്പ് നല്ല പോലെ വന്നുടയും. അതിനാണ് 4 വിസിൽ അടിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. ഈ പുളിവെള്ളമാണ് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. തക്കാളി ചേർത്തത് കൊണ്ട് അധികം പുളി ഇതിലേക്ക് വേണ്ട. മാത്രമല്ല ഇത് ദോശയ്ക്കുള്ള സാമ്പാറാണ്. അതുകൊണ്ട് പുളി ഇങ്ങനെ കുറച്ച് പിഴിഞ്ഞ പുളി പകുതി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ച് പുളി മതിയോ എന്ന് നോക്കിയ ശേഷം ബാക്കിയുള്ളത് പകർന്നു കൊടുത്താൽ മതിയാകും. ഇതൊന്ന് തിളക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാർ നല്ലപോലെ തിളച്ച് വരികയാണ്. ഇത് ഒരുപാട് വെള്ളം പറ്റില്ല, കാരണം ഇത് ദോശയ്ക്ക് കൂട്ടാനുള്ളതാണ്. നല്ല കൊഴുപ്പ് വേണം. ഈ ഒരു പരുവം ആയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വറുത്തിടേണ്ട ആവശ്യമില്ല ദോശയ്ക്കായതുകൊണ്ട്. ചോറിനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ കറുവേപ്പിലയും കടുകും വറുത്തിടുകയും ചെയ്യാം. നല്ല മണമുള്ള സാമ്പാറാണ്. ഇനി നമുക്ക് ദോശയ്ക്കൊപ്പം വിളമ്പി ഇത് കഴിക്കാം. ദോശയ്ക്കൊപ്പം ചൂടോടുകൂടി ചുടുദോശയും ചുടു സാമ്പാറും കഴിക്കാം. ഇതിലെ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.